ഉക്രൈൻ നഗരമായ സുമിയിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 31 മരണം റിപ്പോർട്ട് ചെയ്തു. 2 മിസൈലുകളാണ് തിരക്കേറിയ നഗരമധ്യത്തിൽ പതിച്ചത്. മാത്രമല്ല, നിലവിൽ മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. കൂടാതെ 10 കുട്ടികൾ ഉൾപ്പെടെ 83 പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സുമിയിലെ പള്ളിയിൽ ശുശ്രൂഷകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ റഷ്യ നടത്തുന്നത് ഭീകര പ്രവർത്തനമാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചിരുന്നു. റഷ്യൻ നടപടിക്കെതിരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതികരണം ആവശ്യമാണെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യ കൃത്യമായി ഇത്തരത്തിലുള്ള ഭീകരത ആഗ്രഹിക്കുന്നുവെന്നും അവർ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താതെ സമാധാനമുണ്ടാകില്ല. നടന്ന ചർച്ചകൾക്കൊന്നും ബാലിസ്റ്റിക് മിസൈലുകളെയും വ്യോമ ബോംബുകളെയും തടയാനായിട്ടില്ലെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു. റഷ്യയുമായുള്ള അതിർത്തിയിൽ നിന്നും 15 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന സുമി ഉക്രൈൻ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ്. റഷ്യൻ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടന്നിരുന്നുവെന്നും പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ സമ്പൂർണ്ണ വെടിനിർത്തലിന് US പിന്തുണയുള്ള നിർദ്ദേശം റഷ്യ നിരസിച്ചതായി ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ പറഞ്ഞു. സമാധാനത്തിനുള്ള ഏക തടസ്സം റഷ്യയാണെന്നും ആൻഡ്രി സിബിഹ ആരോപിച്ചു. ഇരു രാജ്യങ്ങളും ഊർജ്ജ മേഖല ലക്ഷ്യമിടുന്നത് നിർത്താൻ കഴിഞ്ഞ മാസം സമ്മതിച്ചെങ്കിലും കരാർ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിക്കുന്നുണ്ട്. ഉക്രൈനിലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർഹൌസിലേക്ക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു റഷ്യ. ഇക്കാര്യം ഇന്ത്യയിലെ ഉക്രൈൻ എംബസി സ്ഥിരീകരിക്കുകയും ഉണ്ടായി. മനഃപൂർവ്വമാണ് റഷ്യ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആക്രമിച്ചതെന്നും എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുമായി നല്ല സൗഹൃദ ബന്ധം അവകാശപ്പെടുന്ന റഷ്യ ഉക്രൈനിലെ ഇന്ത്യൻ ബിസിനസ്സുകളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്നും ഉക്രൈൻ ആരോപിച്ചിരുന്നു. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ അവർ നശിപ്പിക്കുകയാണെന്നും ഉക്രൈൻ അംബാസഡർ മാർട്ടിൻ ഹാരിസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ഇന്ത്യൻ റഷ്യൻ സർക്കാരുകൾ പ്രതികരിച്ചിട്ടില്ല. കീവിലെ കൂസും ഹെൽത്ത് കെയറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഉക്രൈൻ, മോൾഡോവ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കെനിയ, ഐവറി കോസ്റ്റ്, ബുർക്കിന ഫാസോ, എത്യോപ്യ, നൈജർ, കാമറൂൺ, മാലി, ടാൻസാനിയ എന്നിവയുൾപ്പെടെ 29 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് കുസും ഹെൽത്ത് കെയർ. എന്തായാലും ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ സംഘർഷത്തെ എങ്ങനെ സമീപിക്കണമെന്ന കാര്യത്തിൽ ഭിന്നതയിലാണെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ചിലർ ഉക്രൈൻ റഷ്യയ്ക്ക് പ്രദേശം വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും മറ്റു ചിലർ ഉക്രൈന് കൂടുതൽ പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. US പ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റുകൾ ഉക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി നിയമനിർമ്മാണം അവതരിപ്പിക്കുകയും ചെയ്തു. പരസ്യമാക്കിയിട്ടില്ലാത്ത ഈ ബിൽ സുരക്ഷയ്ക്കും പുനർനിർമ്മാണത്തിനും ധനസഹായം നൽകുകയും റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ഉക്രൈനിലേക്ക് ടോറസ് ദീർഘദൂര മിസൈലുകൾ അയക്കുമെന്ന ജർമ്മൻ പ്രഖ്യാപനത്തെ ക്രെംലിൻ വിമർശിച്ചിരുന്നു. വരാനിരിക്കുന്ന ജർമ്മൻ ചാൻസലറുടെ നിലപാട് ഉക്രൈനിന് ചുറ്റുമുള്ള സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും അനിവാര്യമായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരുന്നു. മരവിപ്പിച്ച റഷ്യൻ ആസ്തികളുടെ പിന്തുണയോടെ $50 ബില്യൺ വിശാലമായ അന്താരാഷ്ട്ര വായ്പാ പദ്ധതിയുടെ ഭാഗമായി വ്യോമ പ്രതിരോധവും പീരങ്കികളും വാങ്ങാൻ സഹായിക്കുന്നതിനായി യുണൈറ്റഡ് കിങ്ഡം ഉക്രൈന് $990 മില്യൺ കൈമാറുകയും ഉണ്ടായി. 3 ഗഡുക്കളിൽ രണ്ടാമത്തെ ഗഡുവാണിത്. ആദ്യ ഗഡു മാർച്ച് 6-ന് കൈമാറും. അവസാന ഗഡു അടുത്ത വർഷവും നൽകും. എന്നാൽ സിവിൽ ഡിഫൻസിനായുള്ള ചെലവ് ലക്ഷ്യവും ഉക്രൈന് കൂടുതൽ പിന്തുണയും നാറ്റോ അംഗങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പറഞ്ഞു.